ബസ്സിൽ വെച്ച് ബലത്തിൽ ആന്റിയോട് തർക്കിച്ചുകൊണ്ട് എത്തി അടിക്കുന്നു ആ ബാബ. നാവിൽ വെച്ച് ശംഖൂതി കരയിൽ വെച്ച് ജയ് വിളിച്ചു കിട്ടണം. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? കറണ്ട് അഫേഴ്സ് എന്ന് കേൾക്കുമ്പോൾ ഇലക്ഷൻ മുദ്രാവാക്യം പോലെ സ്ട്രൈക്കർ അല്ലാതെ മറ്റാര്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആവട്ടെ. വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സിൽ മുഴുവൻ മാർക്കും കിട്ടാൻ ഗംഭീരമായി 2025-26 മുഴുവൻ മാസങ്ങളിലെയും കൃത്യമായ കറണ്ട് അഫേഴ്സ് 150 മനോഹരമായ PDF ആക്കിയിട്ട് നമ്മൾ പഠിക്കുകയാണ്. 150 ക്ലാസ് ഉണ്ടാവും. നിങ്ങളെ കട്ട സപ്പോർട്ട് വേണം. ഇത് 3ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെ എടുത്ത 2 ക്ലാസ്സുകൾ ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. ഈ വീഡിയോയുടെ അവസാനം കാണും. നിങ്ങൾ അത് കാണുക. കൂട്ടുകാരെ, നമ്മൾ തുടങ്ങുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടൽ എല്ലാവരോടും പറയണം. നിങ്ങൾ പറഞ്ഞാലേ ചെയ്യത്തുള്ളൂ. ഒന്ന് ലൈക്ക് അടിക്കാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഒരു ദിവസം 2-3 വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് PSC പരീക്ഷകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. UN-ന്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് അഥവാ UN-ന്റെ കാലാവസ്ഥ ഉച്ചകോടി. നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? അപ്പൊ പിള്ളേരെ, 2026 എവിടെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഉച്ചകോടി? കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? ഇനി വരാൻ പോകുന്ന വർഷം എവിടെയാണ്? ഇത് 3ഉം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. സെറ്റാണോ? അപ്പൊ നമുക്ക് 2027 അടുത്ത 32ാമത് അടുത്ത വർഷം നടക്കുന്നത്. അപ്പൊ ഈ വർഷം 2026 ആണല്ലോ ഈ ക്ലാസ് എടുക്കുന്ന വർഷം. 2026 എവിടെയാണ്? ഇനി 2025 കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് പറയുന്ന സമയത്ത് മക്കളെ, നിങ്ങൾക്കൊരു കോഡ് പോലെ ആലോചിച്ച് വെക്കുക. 3 വർഷം നമ്മൾ ഇപ്പോഴുള്ള പ്രസന്റ് ഇയർ, അതിന് പിറകിൽ ഇനി വരാൻ പോകുന്നത് ആലോചിച്ച് വെക്കുക. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, അവർക്കിടയിലെ കാലാവസ്ഥ ഇച്ചിരി മോശമാണ്, അലമ്പാണ് രണ്ടുപേരും. ആലോചിക്കുക, ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ ബസ്സിൽ വെച്ചിട്ട് ബലമായിട്ട് ഒരു ആന്റിയോട് ഒരാൾ തർക്കിക്കുകയാണ്. നോക്കൂ, ആന്റിയോട് തർക്കിക്കുന്ന ആളാരാണ്? കാലാവസ്ഥ എന്ന് കേൾക്കുമ്പോൾ ബസ്സിൽ വെച്ച് ബലമായിട്ട് ആന്റിയോട് തർക്കിച്ചുകൊണ്ട് ആ മനുഷ്യൻ എത്താത്ത ദൂരത്തിലാണെങ്കിലും അയാൾ എത്തിക്കൊണ്ട് അടിക്കുകയാണ് ആന്റിയെ. അടിച്ച ആരാന്നറിയോ? ഒരു ബാബയാണ്, ഒരു സന്യാസി പോലെ ഒരാള്. നോക്കൂ, ബസ്സിൽ വെച്ച് ബലമായിട്ട് ആന്റിയോട് തർക്കിച്ചുകൊണ്ട് എത്തിക്കൊണ്ട് അടിക്കുന്നു ആ ബാബ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എല്ലാവരും. ബസ്സിൽ വെച്ചിട്ട് ബലമായിട്ട് ആന്റിയോട് തർക്കിച്ചുകൊണ്ട് എത്താത്ത ദൂരത്തിലായിട്ടും ആ ബാബ അടിക്കുകയാണ്. അടിക്കുന്നു ആ ബാബ, എത്തി അടിക്കുന്നു. ആലോചിക്കട്ടോ, ഒന്ന് ആലോചിച്ച് വെച്ചേ. സെറ്റല്ലേ? ബസ്സിൽ വെച്ച് ബലത്തിൽ ആന്റിയോട് തർക്കിച്ചുകൊണ്ട് എത്തി അടിക്കുന്നു ആ ബാബ. ഇവിടെ നമുക്ക് ബസ്, ബലം, ബലേം എന്ന് പറയുന്ന സ്ഥലം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 2025 COP കോപ്പ് എന്ന് നമ്മൾ വിളിക്കാം. ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിന് നമ്മൾ UN-ന്റെ കാലാവസ്ഥ ഉച്ചകൂടി നമ്മൾ കോപ്പ് 30 എവിടെ? ഏത് വർഷം? 2025 30. ഓക്കെ, അപ്പൊ ഈ വർഷം 31. അപ്പൊ ബലം ബസ് കഴിഞ്ഞ വർഷം. ആന്റിയെ തർക്കിച്ചു അൻജാലിയ, തുർക്കിയിലെ സ്ഥലമാണ് അൻജാലിയ. ബലേം ബ്രസീൽ ആണെങ്കിൽ തുർക്കിയിലെ സ്ഥലമാണ് അൻജാലിയ. അതാണ് ഈ വർഷം. ബലത്തിൽ ബസ്സിൽ വെച്ച് ആന്റിയോട് തർക്കിച്ചോ 2026 അൻജാലിയ, തുർക്കി അല്ലെ. ഇനി അടുത്ത വർഷം നടക്കാൻ പോകുന്നത് എവിടെയാണ്? അടിച്ചു ആ ബാബ. എത്തിക്കൊണ്ടാണ് അടിക്കുന്നത്. ഇങ്ങനെ എത്താത്ത എത്തി എന്നൊക്കെ പറയില്ല നമ്മള്. എത്തി അടിച്ചു. അപ്പൊ നോക്കൂ, ആഡിസ് അബാബ അതെവിടെയാണ്? അത് എത്യോപ്യയിലാണ്. ബ്രസീല്, തുർക്കി, എത്യോപ്യ. 2025, 26, 27. ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ നടക്കുന്നത് COP 31 31. അടുത്ത വർഷം COP 32 2027. ഇത് 3ഉം പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും മാർക്ക് കിട്ടും. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ, നമുക്കറിയാം രാജ്ഭവൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന, അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇനി അറിയപ്പെടാൻ പോകുന്നത് ലോക് ഭവൻ എന്നാണ്. ലോക് ഭവൻ എന്നാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഇനി അറിയപ്പെടാൻ പോകുന്നത് മക്കളെ സേവാ തീർത്ത് അല്ലെ. സേവകരാണ്, രാഷ്ട്രത്തിന്റെ സേവകർ എന്ന രൂപത്തിലൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ പ്രവർത്തകരെ പറയാറ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ ആ ഒരു ഓഫീസിനെ അറിയപ്പെടുന്നത് സേവാ തീർത്ത്. ആ പേര് തന്നെയുണ്ട്, സേവാ തീർത്ത് അല്ലെ. സേവിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. ഓക്കെ,
അപ്പൊ നോക്കൂ, ഈ സ്വയം സേവകർ RSSനെ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ പിടിക്കാം കേട്ടോ. അപ്പം സേവാ തീർത്ത്, ലോക് ഭവൻ, രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ പേര് മാറി. ആദി ശങ്കര ട്രസ്റ്റിന്റെ 2025 ശ്രീ ശങ്കര പുരസ്കാരത്തിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിയാണ്. ശങ്കര എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഗാന മേഖലയുമായി ബന്ധപ്പെട്ട് മലയാളത്തില് അല്ലെ, നമ്മള് സിനിമ ഓരോ പാട്ടുകൾ എടുത്തു നോക്കുമ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടുകൾ നമുക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ആലോചിക്കുക, ആദിശങ്കര ട്രസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ അതിന്റെ ഒരു അവാർഡ് കിട്ടിയത് ശ്രീകുമാരൻ തമ്പി സാറിനാണ് 2025. 2025 നവംബർ 29 അന്തരിച്ച MLA എന്ന് വെച്ചാൽ നമ്മുടെ കേരള നിയമസഭയിൽ ഒരു MLA കഴിഞ്ഞ വർഷം അന്തരിച്ചിരുന്നു. മേഡത്തിന്റെ പേര് കാനത്തിൽ ജമീല എന്നായിരുന്നു. അവര് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്നു. പഠിച്ചു വെക്കട്ടോ, എന്റെ അയൽപക്കമാണ്. അപ്പൊ 2025 നവംബർ 29 ഡേറ്റ് ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. MLA കാനത്തിൽ ജമീല ഏത് മണ്ഡലത്തിൽ നിന്നുള്ള പ്രതിനിധിയായിരുന്നു? കൊയിലാണ്ടി. ഇപ്പോ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് അവിടെ പുതിയ പ്രതിനിധി വരും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് വെക്കുക, ആ ഒരു മണ്ഡലത്തിന്റെ പേര് കാനത്തിൽ ജമീല എന്ന പേര്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മലബാറിൽ നിന്ന് തന്നെയുള്ള ഒരു മുസ്ലിം MLA ആദ്യമായിട്ടാണ് വനിത വരുന്നത്. അപ്പൊ കാനത്തിൽ ജമീല കേട്ടോ. 2025 ഡിസംബർ മാസം 1-ാം തീയതി നമുക്കറിയാം ലോകത്ത് എയ്ഡ്സ് ദിനമായിട്ടാണ് ആചരിക്കുന്നത് അല്ലെ. എയ്ഡ്സിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ദിനമാണ് ഡിസംബർ 1. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് തീമുകൾ, പ്രമേയങ്ങൾ എപ്പോഴും PSC പരീക്ഷ ചോദിക്കും, നിങ്ങൾ തെറ്റിക്കാറുണ്ട്. അപ്പൊ പിള്ളേരെ കൃത്യമായിട്ട് പഠിക്കുക. 2025 ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം തടസ്സങ്ങളെ അതിജീവിക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ രൂപാന്തരപ്പെടുത്തുക. മലയാളത്തിൽ ഇച്ചിരി പ്രയാസമായിരിക്കും, ഇംഗ്ലീഷ് വളരെ എളുപ്പമായിട്ട് തോന്നും. നന്നായിട്ട് പഠിക്കുക. തടസ്സങ്ങളെ അതിജീവിക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ രൂപാന്തരപ്പെടുത്തുക. ആ രൂപാന്തരപ്പെടുത്തുക എന്നൊക്കെ ചില ബുക്കിനകത്ത് നിങ്ങൾ വേറെ ചില PDF-ലൊക്കെ അങ്ങനെ വായിച്ചിട്ടുണ്ടാവും. സെയിം ആ ഒരു അർത്ഥം തന്നെ കേട്ടോ. തടസ്സങ്ങളെ അതിജീവിക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ രൂപാന്തരപ്പെടുത്തുക. കിട്ടിയല്ലോ? കിട്ടി. ഇനി ഒരു പോയിന്റ് ഇതാണ്, നമ്മുടെ ഡിസംബർ 1 പഠിക്കണേ, എയ്ഡ്സ് ദിനം. കേരളം 2025 കൂടി HIV അണുബാധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായി നടത്തുന്ന ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിനാണ് 1-0 കേരളത്തില് ഇത് തുടച്ചു നീക്കണം. അതുകൊണ്ട് കേരളത്തിൽ HIV അണുബാധ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് നടത്തുന്ന ക്യാമ്പയിനാണ് 1-0. എയ്ഡ്സ് ബോധവൽക്കരണത്തിനുള്ള ചിഹ്നം ചുവന്ന റിബണാണ്, കൂട്ടുകാർക്ക് അറിയാം. അപ്പൊ എയ്ഡ്സ് ദിനം ഡിസംബർ 1. തടസ്സങ്ങളെ അതിജീവിക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ രൂപാന്തരപ്പെടുത്തുക. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, പഠിക്കുക. മലേഷ്യയിൽ വെച്ച് നടന്ന 2025 സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റ്. അപ്പൊ ചോദിക്കാം ഇങ്ങനെ, സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ടൂർണമെന്റ് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട? സുൽത്താൻ അസ്ലൻ ഷാ കപ്പ്. ഒരു മാർക്ക് കിട്ടാം. ഹോക്കി പലപ്പോഴും ചോദിക്കാറുണ്ട്. ഡ്യൂറന്റ് കപ്പ് ഏതുമായി ബന്ധപ്പെട്ടാണ്? അല്ലെ രഞ്ജി ട്രോഫി, സന്തോഷ് ട്രോഫി, ഇതൊക്കെ നമുക്ക് മാറിപ്പോവും. സന്തോഷ് ട്രോഫി ഫുട്ബോളാണ്, രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ആണ്, ഈ പറയുന്ന ഡ്യൂറന്റ് ഫുട്ബോളാണ്. അതുപോലെ സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ചോദിച്ചാൽ നോട്ട് ചെയ്ത് വെക്കുക, ഹോക്കിയാണ്. പലപ്പോഴും ബാഡ്മിന്റൺ എന്നൊക്കെ എഴുതാൻ തോന്നുന്നു, ഹോക്കി. അപ്പൊ മലേഷ്യയിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം 2025 സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റ് നടന്നത്. അതിൽ വിജയിച്ചത് ബെൽജിയമാണ്. ഇന്ത്യക്ക് 2-ാം സ്ഥാനം. നോക്കൂ, സുൽത്താൻ മലേഷ്യയിൽ പോയി ബെൽറ്റ് ഇട്ടോ അല്ലെ. സുൽത്താനായി വായും ഞാൻ, അങ്ങനെ പാട്ടൊക്കെ അല്ലേ, പാട്ടിന്റെ വരി എനിക്കറിയില്ല. അപ്പൊ ആലോചിക്ക, സുൽത്താൻ മലേഷ്യയിൽ പോയി മലയിൽ പോയി ബെൽറ്റ് ഇട്ടോ. സുൽത്താനാണ്, ഒരു സുൽത്താൻ ഉണ്ട്, അദ്ദേഹം പോയി മലയിൽ പോയിട്ട് ബെൽറ്റ് ഇട്ടോ, അല്ലെങ്കിൽ മലേഷ്യയിൽ പോയിട്ട് ബെൽറ്റ് ഇട്ടോ. സുൽത്താൻ മലേഷ്യ ബെൽജിയം, സുൽത്താൻ മലേഷ്യ ബെൽജിയം കിട്ടും. ഓക്കെ, നോക്കൂ, വേൾഡ് അത്ലറ്റിക്സ് ഈ വർഷത്തെ എന്ന് വെച്ചാൽ 2025 ഉദ്ദേശിക്കുന്നത് കേട്ടോ. 2025 വേൾഡ് അത്ലറ്റിക്സ് ഏറ്റവും മികച്ച അത്ലറ്റുകളായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2 പേരെയാണ്. അത്ലറ്റിക്സില് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പാണ് ഏറ്റവും മികച്ച കായിക താരങ്ങൾ. ഒരു വനിതയും ഒരു പുരുഷനുണ്ടാവും അത്ലറ്റിക്സിൽ. ആരാന്നറിയോ നിങ്ങൾക്ക്? ഒന്ന്, ഇവിടെ ഫോട്ടോ കാണാൻ എന്റെ പിറകിൽ എന്റെ മുകളിൽ കാണാൻ പറ്റും, അർമാൻ ഡുപ്ലന്റിസ് അല്ലെ. പാൻറ് ഒന്നിട്ടില്ല, പക്ഷെ നല്ല ചാട്ടക്കാരാണ്. പോൾ വാൾട്ട് താരമാണ് അർമാൻ ഡുപ്ലന്റിസ്. നോക്കൂ മക്കളെ, അർമാൻ ഡുപ്ലന്റിസിന്റെ രാജ്യം അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ രാജ്യം കിട്ടും. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട്, നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ ആൻസർ തരും. അപ്പൊ അർമാൻ ഡുപ്ലന്റിസ് ഏത് രാജ്യക്കാരനാ ചോദിക്കാം. അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു കായിക താരമാണ്, ഒരു അത്ലറ്റ് ആണ് കേട്ടോ. പോൾ വാൾട്ട് ആണ് അദ്ദേഹത്തിന്റെ ഇനം. അർമാൻ ഡുപ്ലന്റിസ്. സിഡ്നി മക്ലോഗിൻ, നോക്കൂ, അവര് എവിടെ നമുക്ക് ഇതാ കാണുന്നതിനെ മനസ്സിലാവും. അമേരിക്കയുടെ പിക്ചർ, ആ പതാക അവരുടെ പിറകിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ആർമാദിക്കുക എന്നാലോചിക്കുക, സിഡ്നി എന്നാലോചിക്കുക.
അല്ലെങ്കിൽ ഡ്യൂപ്പ് പാൻറ് എന്നോ എന്തെങ്കിലും പഠിച്ച് നിങ്ങൾ ആ ഒരു പേര്, പെൺകുട്ടികൾക്ക് കായികം ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് പേരൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പഠിക്കും. അപ്പൊ അർമാൻ ഡുപ്ലന്റിസ്, സിഡ്നി മെക്ലോഗിൻ കേട്ടോ. സിഡ്നി മെക്ലോഗിൻ ഈ പറയുന്ന ഒരു സ്പ്രിന്റ് താരമാണ്, ഓട്ടക്കാരിയാണ്. ഓക്കെ, സിഡ്നി മെക്ലോഗിൻ, അർമാൻ ഡുപ്ലന്റിസ്. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എന്നാടാ പറഞ്ഞത് ഞാൻ? 2025 വേൾഡ് മികച്ച അത്ലറ്റ്സ് ആയിട്ട് വേൾഡ് അത്ലറ്റിക്സ് തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടുപേര്. ഒന്ന് അർമാൻ ഡുപ്ലന്റിസ്, സിഡ്നി മെക്ലോഗിൻ. പഠിച്ചു. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത്, നമ്മൾ അത്ലറ്റിക്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്, ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് കേരളമാണ് പിള്ളേരെ. ഓക്കെ ആണേ. എവിടെ വെച്ചിട്ടായിരുന്നു ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 നടന്നത്? മനസ്സിലാക്കി പഠിക്കുക. ഒരു വർഷത്തോളം ഇത് പ്രധാനപ്പെട്ടതാണ്. കേരളം ചാമ്പ്യന്മാരായി ഹരിയാനയിൽ വെച്ചിട്ട്, ഹരിയാനയിലെ ഭിവാനി എന്ന് പറയുന്ന സ്ഥലം, ഭവാനി അല്ല കേട്ടോ, ഭിവാനി. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, ഹരിയാനയിലെ ഭിവാനിയിൽ വെച്ചിട്ടാണ് 2025 ഇന്ത്യയിലെ ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഹരിയാനയിലെ ഭിവാനി. ആര് ജയിച്ചു? കേരളം ഓവറോൾ കിരീടം നേടി. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ്. ഇപ്പം ജെൻസികളുടെ എന്താ പറയുക സമയമാണ് അല്ലെ. ഞാനൊക്കെ ഒരു ജെൻസി അധ്യാപകനായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ കോളേജ് എന്നൊരു കൺസെപ്റ്റ്, അത് CMS കോളേജാണ് കോട്ടയത്ത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജെൻസികൾക്ക് വേണ്ടി ഒരു പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചതും എവിടെ എന്ന് ചോദിച്ചാൽ നിസ്സംശയം നിങ്ങളെ മനസ്സിൽ വേണം, അത് CMS കോളേജ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് എവിടെ ആരംഭിച്ചു? കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ്? CMS കോളേജ് കോട്ടയം. കോട്ടയംകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് രേഖപ്പെടുത്തിക്കേ. അവിടെ പോയി കണ്ടോ നിങ്ങൾ ഈ ജെൻസി പോസ്റ്റ് ഓഫീസ്? ഞാൻ വാർത്തകൾ കണ്ട അറിവാണ്, എന്താ സംഗതി എനിക്ക് മനസ്സിലായില്ല. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് CMS കോളേജ് കോട്ടയം പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച എവിടെ ചോദിച്ചാൽ IIT ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസി പോസ്റ്റ് ഓഫീസ്. നോക്കൂ, 2025 ഡിസംബറിൽ നടന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലെ, ഒരു ഫോർച്യൂണർ കാർ ഇവിടെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്റെ പിറകില്. നമ്മുടെ നരേന്ദ്രമോദിജിയും പുടിനും ഇങ്ങനെ വന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. എത്രാമത്തെയാണ്? 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഈ ഒരു സംഖ്യ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ നേരത്തെ പഠിച്ച കോപ്പ് മറക്കരുത് കേട്ടോ. ഈ വർഷം കാലാവസ്ഥ ഉച്ചകോടി 31 അല്ലെ. അത് എവിടെയാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എവിടെയാണ്? തുർക്കിയിലാണ്. അടുത്ത വർഷം എത്യോപ്യയിലാണ്. കഴിഞ്ഞതിന് മുമ്പിൽ എവിടെയായിരുന്നു? ബലേം, ബ്രസീലിലായിരുന്നു. അതിങ്ങനെ ആലോചിക്കുക കേട്ടോ. അത് കോപ്പ് 31, 32 അടുത്ത് നടക്കാൻ പോകുന്നു. എന്നാൽ 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ എത്തിയ ദിവസം ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. 2025 ഡിസംബർ മാസം 4-ാം തീയതി ഓർത്ത് വെച്ചേക്കുക. ശിവഗിരി മഠത്തിന്റെ ശതാബ്ദി സമ്മേളനത്തിന് വേദിയായ സ്ഥലം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മംഗലാപുരം. സാധാരണ നമ്മുടെ കേരളത്തിനകത്ത് ആലുവയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിലൊക്കെയാണ് നടക്കാറ്, വർക്കല. അപ്പൊ ശിവഗിരി മഠത്തിന്റെ ശതാബ്ദി സമ്മേളനം നടക്കുന്ന എവിടെയാ ചോദിച്ചാൽ ഒരു വെറൈറ്റി ആണ്, മനസ്സിലാക്കി വെക്കുക. മംഗലം കൂടാൻ ഞങ്ങളുമുണ്ട്. ശിവഗിരി മഠത്തിന്റെ പരിപാടി എന്താണ്? മംഗലം കൂടാൻ ഞങ്ങളുമുണ്ട് ചങ്ങാതി എന്നറിയിക്കുക. അപ്പം ശിവഗിരി മഠം എന്ന് കേൾക്കുമ്പോൾ അവരുടെ സമ്മേളനം എന്താണ്? മംഗലാപുരം. എവിടെയാണ്? മംഗലാപുരം. ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്നത് വർക്കല, തിരുവനന്തപുരമാണെന്ന് എനിക്കറിയാം. 1904 ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചത്. പലപ്പോഴും ഇത് തെറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നവോത്ഥാനത്തിലെ ചോദ്യം ഇവിടെ ഉൾക്കൊള്ളിച്ചത് കേട്ടോ. 1904 അപ്പൊ എന്റെ ഒരു ചോദ്യം ഇതാണ്, SNDP എന്നാണ് രൂപീകരിച്ചത്. SNDP എല്ലാവർക്കും അറിയാം, പക്ഷേ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ലൈവിൽ ഇരിക്കുന്ന ഫീൽ വേണം. റെക്കോർഡ് കേൾക്കുന്നവർ കമന്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഒന്ന് തോന്നും. ഉറക്കമുണ്ടാവില്ല. SNDP എന്ന് രൂപീകരിച്ചു എല്ലാവർക്കും അറിയണം. അതുകൊണ്ടാണ് ഞാൻ വർഷം പറയാത്തത്. നിങ്ങൾ കമന്റ് ചെയ്യും. 2024 പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം. നോക്കൂ, ആദിശങ്കര ട്രസ്റ്റിന്റെ പുരസ്കാരം കിട്ടിയത് നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിനായിരുന്നെങ്കിൽ പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം കിട്ടിയത് കലാമണ്ഡലം ഗോപിയാഷനാണ്. 2024 പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം കിട്ടിയത് കലാമണ്ഡലം ഗോപിയാഷനാണ്. ഇവിടെ ഈ മാർഗി സതി സ്മൃതി പുരസ്കാരം എന്ന് പറയുമ്പോൾ ഈ 2 വർഷങ്ങൾ പ്രധാനമാണ്. ഈ 2024-25 വർഷത്തെ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് കഥകളി മാന്ത്രികൻ അല്ലെങ്കിൽ കഥകളിലെ ഇതിഹാസമായ കലാമണ്ഡലം ഗോപിയാശാനും
നമ്മുടെ നർത്തകിയായിട്ടുള്ള ചിത്ര വിശ്വേശ്വരമാണ് കിട്ടിയത്. അപ്പൊ 24 നമ്മൾ പറഞ്ഞു, 24 കലാമണ്ഡലം ഗോപി ഇത് ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചത്, ഒരുമിച്ചാണ് കൊടുക്കുന്നത്. 2024 ആദ്യത്തെ പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം കിട്ടിയത് കലാമണ്ഡലം ഗോപിക്കാണ്, മാർഗി സതി സ്മൃതി. എന്നാൽ 25 ഇത് ഒരുമിച്ച് കൊടുക്കുന്നു. 25 കിട്ടിയത് ആർക്കാണ്? ചിത്ര വിശ്വേശ്വരൻ. ഇത് രണ്ടും നിങ്ങളോട് ചോദിക്കും കേട്ടല്ലോ, രണ്ടും ചോദിക്കും. 2024 പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം കിട്ടിയത് ഈ പറയുന്ന കലാമണ്ഡലം ഗോപി, 25 ചിത്ര, ഗോപി ചിത്ര. സുരേഷ് ഗോപി നമുക്കറിയാം, ചിത്രാമേ നമുക്കറിയാം. 24 മാർഗി ഗോപി, 25 ചിത്ര, ഗോപി ചിത്ര. കിട്ടണേ. ഇവർക്ക് 5000 രൂപ ക്യാഷ് അവാർഡ് തുടങ്ങിയുള്ള ഒരു കട്ടിങ് ഞാൻ കൊടുത്തിട്ട് വായിച്ചു നോക്കുക. കേന്ദ്ര സർക്കാർ ഇത് വലിയ വിവാദമായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഇത് നിലവില് പിൻവലിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയാം. നിങ്ങൾ ന്യൂസും പത്രമൊക്കെ കാണുന്നവരാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയൊരു മൊബൈൽ ഫോണുകളിൽ എന്നുവെച്ചാൽ പുതിയ ഇറങ്ങുന്ന മൊബൈൽ ഫോണുകളിൽ സുരക്ഷയുടെ ഭാഗമായിട്ട് നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരുന്ന സുരക്ഷാ ആപ്പിന്റെ പേരായിരുന്നു സഞ്ചാർ സാഥി ആപ്പ്. ഈ ക്ലാസ് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് എനിക്കറിയില്ല. എപ്പം കാണുന്നവരാണെങ്കിലും ഇങ്ങനൊരു സംഭവം ഇപ്പോൾ നിലവിലുണ്ടോ, എന്താണ് സ്ഥിതി എന്നൊന്ന് കമന്റ് ചെയ്യും. കമന്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സഞ്ചാർ സാഥി ആപ്പ് മുമ്പ് ഫോൺ വാങ്ങിയവർക്ക് അത് നിർബന്ധമല്ല. പുതിയ ഫോണുകളിൽ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആപ്പ് വേണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അത് വലിയ വിവാദമായി കേട്ടോ. സഞ്ചാർ സാഥി ആപ്പ്, എവിടെ സഞ്ചരിക്കുമ്പോൾ ഈ സാധനം വേണമെന്ന് ആലോചിച്ചാൽ മതി. പേര് സഞ്ചാർ സാഥി ആപ്പ്. കേരളത്തിൽ റെയിൽവേയുടെ ആദ്യത്തെ ഈ ബൈക്ക് വാടക സംവിധാനം. നമുക്ക് വാടകയ്ക്ക് പല കാറ് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അത്തരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നോക്കൂ ഇലക്ട്രിക് ബൈക്ക് അല്ലെ, സ്കൂട്ടറുകൾ, നമുക്ക് ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ കാണാം. അപ്പൊ അത്തരത്തിൽ കേരളത്തിലെ റെയിൽവേയുടെ ആദ്യത്തെ ഈ ബൈക്ക് വാടക സംവിധാനം ആരംഭിച്ചത് കോഴിക്കോടാണ്. ഞങ്ങളുടെ കോഴിക്കോട് എന്ത് വരുന്നു, ഈ ബൈക്ക് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു വാടക കൊടുക്കാൻ തുടങ്ങിയ റെയിൽവേ ഈ പറയുന്ന കോഴിക്കോട്. അറബ് മാതൃകയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റ്. നമ്മൾ അറബ് നാട്ടിലൊക്കെ ഗൾഫ് പറയാം, ഇറാനി സൂക്ക് എന്നൊക്കെ ഞാനൊക്കെ മുമ്പ് പോയിട്ടുണ്ട് ഗൾഫിലുള്ള സമയത്ത്. അപ്പൊ ഇറാനി സൂക്കിലൊക്കെ പോകാറുണ്ട്. അത്തരത്തിൽ സൂക്ക് എന്നുള്ള പേര് ഞാൻ അവിടുന്ന് കേട്ടിട്ടുണ്ട്. മാർക്കറ്റ് എന്നാ പറയുക സൂക്കിന് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സെറ്റപ്പില് നമ്മുടെ കേരളത്തില് കോഴിക്കോട് ജില്ലയിൽ വരികയാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു കാന്തപുരം എന്ന് പറയുന്ന ആ ഒരു മതപണ്ഡിതനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അവിടെയാണ് ഇത് വരുന്നത്, ഇത്തരത്തിലൊരു സെറ്റപ്പ്. അപ്പൊ ആലോചിക്കുക, അറബ് മാതൃകയുള്ള അതിന്റെ ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് ജില്ലയിലാണ്, കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാരുടെ കീഴിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇതൊരു അറബ് മാതൃകയിൽ എവിടെയാണ് ഒരു മാർക്കറ്റ് സൂക്ക് സെറ്റപ്പ് വരുന്നത് ചോദിച്ചാൽ അത് കോഴിക്കോടാണ്. അപ്പൊ ഈ ബൈക്ക് വാടക സംവിധാനം കോഴിക്കോട്. 2025 ഇന്ത്യൻ നാവികസേന ദിനാഘോഷങ്ങൾക്ക് വേദിയായ സ്ഥലം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഡിസംബർ 4 നമ്മൾ നേരത്തെ പറഞ്ഞു വ്ളാഡിമിർ പുടിൻ ഇവിടെ എത്തി. അതൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നേവി ഡേ എന്നാണ് ആ ദിവസമാണ് അദ്ദേഹം എത്തിയത്. അപ്പൊ നേവി ഡേ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസംബർ 1 എയ്ഡ്സ് ദിനം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഡിസംബർ 4 നാവികസേനാ ദിനം. സ്ഥിരം ചോദ്യമാണ് നാവിക കര വ്യോമസേനാ ദിനങ്ങൾ. ഡിസംബർ 4 പഠിച്ചു വെക്കുക. ഈ പ്രാവശ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാവികസേനാ ദിനാഘോഷങ്ങളുടെ വേദി ശംഖുമുഖമായിരുന്നു, അഥവാ തിരുവനന്തപുരം നമ്മുടെ കേരളത്തിലായിരുന്നു. ശംഖുമുഖം 2025 ഡിസംബർ 4 നാവികസേനാ ദിനാഘോഷങ്ങളുടെ വേദി തിരുവനന്തപുരമായിരുന്നു. മുഖ്യ അതിഥി മറ്റാരുമല്ല, ഇന്ത്യൻ സേനകളുടെ തലവ നമ്മുടെ പ്രഥമ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമുജി ആയിരുന്നു. നോക്കൂ, ഇത് ഡിസംബർ 4 എന്തുകൊണ്ട് വരാൻ കാരണമായി എന്നൊരു ചരിത്രം കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1971, കാരണം ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇപ്പൊ അടുത്ത് കണ്ടിട്ടുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ട്. നമുക്കറിയാം ഇന്ത്യ പാക് യുദ്ധങ്ങള് ഈ പറയുന്ന 65 അതുപോലെ 47 നടന്നിട്ടുണ്ട്. 71 ഇപ്പൊ ബംഗ്ലാദേശിന്റെ രൂപീകരണക്കായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാലോ. അപ്പൊ 71 യുദ്ധത്തില് കറാച്ചി തുറമുഖം, നമ്മുടെ പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖം ആക്രമിച്ചു. ആ ഒരു മിഷന്റെ പേര് ശ്രദ്ധിക്കുക, ഓപ്പറേഷൻ കണ്ടോ, ആ പേര് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ട്രൈഡന്റ് കേട്ടോ, ഓപ്പറേഷൻ ട്രൈഡന്റ്. അപ്പൊ ഇങ്ങനെ ഒരു മിഷൻ പലരും കേട്ടിട്ടുണ്ടാവില്ല, ഓപ്പറേഷൻ ട്രൈഡന്റ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് കറാച്ചി തുറമുഖം ആക്രമിച്ച ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ സ്മരണാർത്ഥമാണ് ഡിസംബർ 4 അതൊരു തുറമുഖമാണ്. ഇപ്പൊ നേവിയാണ് ആക്രമിച്ചത് അല്ലെ, നേവിയാണ്. അതുകൊണ്ട് നാവികസേന ദിനമായിട്ട് ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഭാഗമായിട്ടാണ് ഡിസംബർ 4 ആചരിക്കുന്നത്. ഇനി ജനുവരി 15 വരാം, കരസേനാ ദിനം. കരസേന ചോദിക്കുമ്പോൾ നമ്മളിപ്പോ ഡിസംബർ 1 ഡിസംബർ 4 പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ദേശീയ പ്രവാസി ഭാരതീയ ദിവസ് ആയിട്ട് ആചരിക്കുന്ന എന്നാണ്? അപ്പൊ പ്രവാസി ഭാരതീയ ദിവസ് ആയിട്ട് ആചരിക്കുന്നത് നിങ്ങൾക്കറിയാം, പ്രവാസി ഭാരതീയ ദിവസ്, പ്രവാസി ഭാരതീയ. ഈ 2026 അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്
ഒരു സംഗതി അല്ലെ, ഞാനത് പറയുന്നില്ല എന്താണെന്ന്. അപ്പൊ ഒന്ന് കമന്റ് ചെയ്തേ. പ്രവാസി ഭാരതി ദിവസ് ഈ ജനുവരി മാസം ഒരു ക്ലൂ ആണ്. 15 തൊട്ട് മുമ്പിലാണല്ലോ. തൊട്ട് മുമ്പ് പറഞ്ഞാൽ കുറച്ച് പേര് പിറകോട്ട് നോക്കുക കേട്ടോ, ഒന്ന് കമന്റ് ചെയ്യും. അപ്പൊ ജനുവരി 15 കരസേനാ ദിനമാണ്. കരസേനാ ദിനം നോക്കൂ. 49 ജനുവരി 15 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക മേധാവിയായിരുന്ന ജനറൽ KM കരിയപ്പ. അവിടെ ഒരു എക്സ്ട്രാ GK പോയിന്റ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക മേധാവി ആരായിരുന്നു? കരിയപ്പ. ആരപ്പ? കരിയപ്പ. KM കരിയപ്പ വലിയ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാട്ടോ KM കരിയപ്പ. അദ്ദേഹം സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കരസേന ദിനമായിട്ട് ജനുവരി മാസം 15 ആചരിക്കുന്നത്. അപ്പൊ ജനുവരി 15 കരിയപ്പ സ്ഥാനമേറ്റ ഓർമ്മയ്ക്കും മറ്റേത് കറാച്ചി തുറകം ആക്രമിച്ച ഒരു ഓർമ്മയ്ക്ക് നാവികസേനയും ഓർത്തു വെച്ചേക്കണം. അപ്പൊ ജനുവരി 15 കരസേനാ ദിനം. ചോദ്യം ഇതാണ്, 2026 കരസേനാ ദിന ആഘോഷവേദി ജയ്പൂർ. 2025 നാവികസേനാ ദിനാഘോഷത്തിന്റെ വേദി ശംഖുമുഖം തിരുവനന്തപുരം. ശംഖുമുഖം തിരുവനന്തപുരമാണെങ്കിൽ കരസേന ജയ്പൂർ. ജയ്പൂർ ജയ്പൂർ കന്റോൺമെന്റ് ഏരിയക്ക് പുറത്ത് ആദ്യമായി കരസേനാ ദിനാഘോഷം നടക്കുന്നത് ഈ ഒരു വർഷമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ട് 2026. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കരസേന, കര, ജയ്, നാവിക, ശംഖ് അല്ലെ. നോക്കൂ, നാവിൽ വെച്ചിട്ട് ശംഖ് ഇങ്ങനെ ഊതുക. നാവികസേന കേൾക്കുമ്പോൾ ശംഖുമുഖം ആലോചിക്കുക. നാവിൽ വെച്ചിട്ട് ഇങ്ങനെ ശംഖ് ഊതുന്നു. നാവികസേന ശംഖ് അല്ലെ. കരയിൽ വെച്ചിട്ടാണ് യുദ്ധം ജയിക്കാറ്. കരയിൽ വെച്ചിട്ട് ജയ് വിളിച്ചു. നാവിൽ വെച്ച് ശംഖൂതി, കരയിൽ വെച്ച് ജയ് വിളിച്ചു. കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 8, ഡിസംബർ 4 നാവികം, ജനുവരി 15 കരസേന, ഒക്ടോബർ 8 വ്യോമസേനാ ദിനം. 2025 വ്യോമസേനാ ദിനാഘോഷം നടന്നത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമത്താവളം എയർഫോഴ്സിന്റെ വ്യോമത്താവളമാണ്. ഇപ്പൊ ഹിൻഡൻ, ഇപ്പൊ ഗാസിയാബാദ് UP. ഗാസിയാബാദ് UP. ഇപ്പൊ വ്യോമം എന്ന് കേൾക്കുമ്പോൾ ഗാസിയ അല്ലെങ്കിൽ ഗസല് അല്ലെ. ഈ പറയുന്ന എയറിലൂടെ ഗസല്. ശംഖ് നാവിലാണെങ്കിൽ കരയിൽ വെച്ച് ജയ് വിളിച്ചിട്ട് നോക്കൂ ഗസ 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 അല്ലെങ്കിൽ ഗാസിയ ഗാസിയ എന്ന് ആലോചിക്കുക. വ്യോമം അല്ലെ, ആകാശത്തിലൂടെ ഗസല് പോയി. അല്ലെങ്കിൽ ആലോചിച്ച് വെക്കുക വ്യോമം, ഗാസിയാബാദ് UP. എന്തെങ്കിലും ഒരു കണക്ഷൻ കൊണ്ടുവരിക, പഠിക്കുക. 1932 ഒക്ടോബർ 8 ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1932 ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേന സ്ഥാപിതമായത്. അപ്പൊ എന്നാണ് ഇന്ത്യൻ വ്യോമസേന സ്ഥാപിതമായത് എന്നൊരു കിടിലൻ പോയിന്റ് അവിടെ പഠിച്ചു. 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന കാലഘട്ടമാണ് അല്ലെ. ഉ ഗു നീ എന്ന് പഠിക്കാറുണ്ട്. 30 ഉപ്പ് സത്യാഗ്രഹം, 31 ഗുരുവായൂർ പ്രക്ഷോഭം, 32 നിവർത്തന പ്രക്ഷോഭം. അപ്പൊ 1932 ഒക്ടോബർ 8 വ്യോമസേന രൂപീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒക്ടോബർ 8 ഈ പറയുന്ന വ്യോമസേന ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അറിയുന്നവര് നമ്മുടെ കര, വ്യോമ, നാവികസേന ഹെഡ്മാർ, തലവന്മാരുടെ പേരൊന്ന് കമന്റ് ചെയ്യും. അടുത്ത ക്ലാസ് ഞാൻ അത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ഇത്രയും നേരം ക്ലാസ് ഇഷ്ടമായി, നന്നായി പഠിക്കാൻ പറ്റി, 3 ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, 3ഉം കണ്ടു, 3 PDF-ഉം ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കൊടുക്കും. ടെലഗ്രാം ഫസ്റ്റ് കമന്റിൽ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ 150 ക്ലാസ് പഠിച്ചാൽ നിങ്ങൾ ഡിഗ്രി ലെവൽ, 10th ലെവൽ, +2 ഏത് എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. കേട്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാ പരീക്ഷയിലും കറണ്ട് അഫേഴ്സ് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ മുഴുവൻ മാസത്തെയും കറണ്ട് അഫേഴ്സ് ഇതുപോലെ തരും. നിങ്ങളുടെ കട്ട സപ്പോർട്ട്, മാക്സിമം ലൈക്ക്, ഷെയർ. ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യില്ലേ. കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ക്ലാസ് കണ്ടവർക്ക് അറിയാം അല്ലെ. 2ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് മത്സരം നടന്നത് ഇവിടെ വെച്ചാണ്. കമന്റ് ചെയ്ത എല്ലാവരും ഓക്കെ ബൈ. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ.